ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ അതിന് ഇന്നലത്തെ കളിയിൽ ആക്ച്വലി ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റിയ വീഡിയോ പറ്റിയില്ല. വലിയതൊന്നുമില്ല, നോർമൽ കളിയായിരുന്നു. പക്ഷേ കളി വെച്ചാൽ എറിഞ്ഞ് ഒതുക്കി കളഞ്ഞു, അത്രേ ഉള്ളൂ. വലിയ അടിയൊന്നും അടിച്ചു, നല്ലോണം എറിഞ്ഞായിരുന്നു. ഇന്നലത്തെ കളി കൊൽക്കത്തയും മുംബൈയും ആയിരുന്നു. കൊൽക്കത്ത ഫസ്റ്റ് ബാറ്റിംഗ് 116 അടിച്ചു. മുംബൈ 121 2 വിക്കറ്റ് പോയുള്ളൂ. 8 വിക്കറ്റ് നല്ല പടുകൂട്ടം വിജയം ജയിച്ചു. ഇന്നലെ ആക്ച്വലി അവന്മാർക്ക് വേണ്ടി ഇന്നലെ വീണ്ടും ഒരു പുതിയ ബോളർ ഉണ്ടായിരുന്നു. അശ്വിനി കുമാറിൻ്റെ ഇടത്തേക്ക് ഫാസ്റ്റ് ബോളറാണ്, ഇന്ത്യക്കാരനാണ്. ആ ചെക്കൻ നല്ലോണം വരുന്നു. ആ ചെക്കൻ നല്ല രീതി, അതായത് വെറും 3 ഓവർ 24 റണ്ണേ കൊടുത്തുള്ളൂ. പക്ഷേ 4 വിക്കറ്റ് ഇട്ട് കിട്ടുമായിട്ട് എറിഞ്ഞ് 4 വിക്കറ്റ് ഇട്ട് ചെക്കൻ നല്ല സൂപ്പറായിട്ട് നല്ല എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുംബൈയുടെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം പുതിയ പിള്ളേരെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പം ആദ്യത്തെ ഒന്നാണ് മറ്റേ പുത്തൂർ ഇന്നലെ ഇച്ചിരി അടി ടീം പുത്തൂർ ഇന്നലത്തെ കളിയിൽ പുത്തൂരിനുണ്ടായി എടുത്തായിരുന്നു. പക്ഷേ രണ്ടാമത്തെ കളി പുത്തൂരിന് എടുത്തില്ലായിരുന്നു. ഇന്നലത്തെ കളി പുത്തൂരിനുണ്ടായിരുന്നു. പുത്തൂർ ഇന്നലെ എറിഞ്ഞപ്പോഴത്തേക്കും പുത്തൂരിന് കിട്ടിയത് 2 ഓവർ 21 റൺ ഇട്ട് കൊടുത്തു, 1 വിക്കറ്റ് ഇട്ടു. പിന്നെ സാറ്റ്നർ 3 ഓവർ 17 റൺ ഇട്ട് കൊടുത്തു, 1 വിക്കറ്റ്. പിന്നെ ഹാർദിക് പാണ്ഡ്യ 2 ഓവർ 10 റൺ ഇട്ട് കൊടുത്തു, 1 വിക്കറ്റ്. ദീപക് ചഹർ ഇന്ത്യയുടെ തന്നെ 2 ഓവർ 19 റൺ കൊടുത്തു, 2 വിക്കറ്റ്. ത്രൻ ബോൾത്തിൻ്റെ നല്ലൊരു സൂപ്പർ ബോളർ ഉണ്ടായിരുന്നു, സുനിൽ നരൈൻ. അതെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ല സൂപ്പർ ബോളറായിരുന്നു. 4 ഓവർ എറിഞ്ഞു, 23 റൺ ഇട്ട് കൊടുത്തു, 1 വിക്കറ്റ്. പിന്നെ കൊൽക്കത്ത കൂടി കളിച്ചു വെച്ചാൽ ഒരു രഘുവംശി 16 ബോൾ 26 റണ്ണ്, 3 ഫോറും 1 സിക്സും. പിന്നെ റിങ്കു സിംഗ് 17 റണ്ണ്, 14 ബോളി 17. മനീഷ് പാണ്ഡെ 14 ബോളി 19. പിന്നെ അവസാനത്തെ ആളിക്കത്തെന്ന് പറഞ്ഞാൽ രമൺദീപ് വന്നിട്ട് 12 ബോളി 22, 1 ഫോറും 2 സിക്സും. വലിയ അടിച്ചു. സ്കോർ ലോ സ്കോർ 114 അടിച്ചുള്ളൂ, കൂടുതൽ അടിച്ചൊന്നുമില്ല. ഇപ്പോൾ ഇവന്മാർ മുംബൈ സുഖമായിട്ട് ചേസ് ചെയ്തു. അപ്പം റിങ്കിൾട്ടൺ വന്നിട്ട് റിങ്കിൾട്ടൺ അടിച്ചത് വെച്ചാൽ 41 ബോളി 62. പിന്നെ സൂര്യകുമാർ യാദവ് 9 ബോളി 27. യാദവ് 3 ഫോർ 2 സിക്സും, റിങ്കിൾട്ടൺ 4 ഫോറും 5 സിക്സും. ശർമ്മ വലിയത് അടിച്ചൊന്നുമില്ല, 13 റണ്ണ്. പിന്നെ അതേപോലെ വിൽ ജാക്സൺ വലിയ കളി കളിച്ചില്ല, നോർമൽ കളി. മുംബൈയുടെ 2 വിക്കറ്റ് കിട്ടി വെച്ച് ആന്ത്രോ റസലിന് 2 വിക്കറ്റ്. ഹടി കിട്ടി 2 ഓവർ 35 2 വിക്കറ്റ് ഇട്ട്. പക്ഷേ വിക്കറ്റ് ഇട്ടായിരുന്നു, റസൽ ഇട്ടായിരുന്നു. മുംബൈ ഇന്നലെ 8 വിക്കറ്റ് ജയിച്ചതുകൊണ്ട് ഞാൻ പിന്നെ വലിയൊരു നോർമൽ കളിയായിരുന്നു, അത് വലിയ ഇതൊന്നുമില്ല. പക്ഷേ നോർമൽ കളി വെച്ചാൽ എറിഞ്ഞിട്ട് കൂടുതൽ അടിക്കാനൊന്നുമില്ല. KKR വലിയ അടിയൊന്നും അല്ലെങ്കിൽ വലിയതായിട്ടൊരു ഇതും സ്കോർ അടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ചെയ്ത് ഇന്നത്തെ കളി ഞാൻ ഇപ്പം ഒരു 5 മിനിറ്റുള്ളിൽ അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ ശരി, എന്നാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെ മുംബൈ 8 വിക്കറ്റ് ജയിച്ചു. മുംബൈ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് വെച്ചാൽ അശ്വിനി കുമാർ, അത് നല്ല സൂപ്പർ ബോളിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന് 4 വിക്കറ്റ് ഫസ്റ്റ് കളിയിൽ തന്നെ 4 വിക്കറ്റ് ഇടുമെന്ന് പറഞ്ഞാൽ ഇത് ഇറ്റ്സ് നോട്ട് ഈസി. ചെറുക്കം കൊള്ളാം, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു അവൻ്റെ ഏറി. അപ്പോൾ ശരി, എന്നാൽ ബൈ.